ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൊണ്ടോട്ടിക്കാരുടെ സ്പെഷ്യൽ മന്തിയാണ്. ഈസിയും ടേസ്റ്റിയുമായ ഈ ഒരു സ്പെഷ്യൽ മന്തി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കൊണ്ടോട്ടിക്കാരുടെ സ്പെഷ്യൽ മന്തി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 5-6 വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു വലിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തതും 3-4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോയാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 വലിയ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മാഗി ക്യൂബാണ്. 3 ചിക്കൻ മാഗി ക്യൂബാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ചിക്കൻ മാഗി ക്യൂബില് ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും. ഇതിലേക്ക് നമുക്ക് വെറും 1/2 ടീസ്പൂൺ അളവിലുള്ള റെഡ് ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് ലെമണിന്റെ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെറും 2 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിന്റെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കുക. വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലെൻഡർ അടച്ചു വെച്ച് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ചിക്കൻ മന്തി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഏകദേശം 1 കിലോ വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നമ്മൾ വലിയ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ മസാല മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. മസാല മുഴുവനായിട്ടും ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഏകദേശം 1 കിലോ വരുന്ന ചിക്കൻ മന്തിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവാണ് പറയുന്നത്. കൂടുതൽ തയ്യാറാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിന്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ചിക്കൻ ഇതാ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. ഇനി നമുക്കിത് അടച്ചു വെക്കാം. 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, 5-6 ഏലക്ക, 5-6 ഗ്രാമ്പു, ഒരു വലിയ പീസ് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി 1 ടീസ്പൂൺ അളവിലുള്ള ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി ലോങ് റൈസ് ആണ്. റൈസ് നമ്മൾ കഴുകിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് മുഴുവനായിട്ടും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. റൈസ് ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കുക. വെറും 90% മാത്രം കുക്കാക്കിയാൽ മതി. ഇനി നമുക്ക് പാന് പകുതി അടച്ചു വെക്കാം. റൈസ് കുക്കായിട്ട് വരട്ടെ. നമ്മുടെ റൈസ് കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസ് എന്തായി എന്ന് നോക്കാം. അപ്പം നമ്മുടെ റൈസ് ഇതാ ഓവർ കുക്ക് ആയിട്ടില്ല. വെറും 90% മാത്രമേ കുക്കായിട്ടുള്ളൂ. ഇനി നമുക്ക് റൈസ് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് പാന് വെച്ച് കൊടുക്കാം. പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി നമ്മൾ പാന് അടച്ചു വെക്കുന്നില്ല, തുറന്നു വെച്ചിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ചിക്കൻ നമ്മൾ കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ 2 സൈഡും കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കുക്ക് ചെയ്ത റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനായിട്ടും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തതിൽ നിന്നും കുറച്ച് ഓയിൽ നമ്മൾ മാറ്റി വെച്ചിരുന്നു. അതിൽ നിന്നും ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ കൂടി ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ചാർക്കോൾ കത്തിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സ്മോക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പാൻ അടച്ചു വെക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് ദമ്മിലിട്ട് വെക്കാം.
ചിക്കൻ മന്തി നമ്മൾ ദമ്മിൽ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് ഈ ചാർക്കോൾ ഇതിൽ നിന്ന് നമുക്ക് മാറ്റാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൊണ്ടോട്ടിക്കാരുടെ സ്പെഷ്യൽ മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.